ചേരുന്നുണ്ട്. അഖില, എത്ര ഫയർ യൂണിറ്റുകളാണ് നിലവിൽ ഈ ഭാഗത്തേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നത്? മധു, 2 ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ, അതായത് തീ പടരുന്നു, തീ നിയന്ത്രണ വിധേയമല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ 2 ഫയർ യൂണിറ്റുകൾ ഒരേ സമയം ഈ പറയുന്ന PRC എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയാണ്. കാണുമ്പോൾ മനസ്സിലാകുന്നത് ഏകദേശം നിയന്ത്രണ വിധേയമായി എന്നാണ്. പക്ഷെ പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ തീ അല്ലെങ്കിൽ വെള്ളത്തിന്റെ പമ്പ് ചെയ്യൽ കുറവുണ്ടായാൽ അത് വീണ്ടും ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന വലിയ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നു. ആ ഫ്ലെക്സ് ബോർഡ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. കാരണം അത്രയും വേഗം കത്താൻ സാധ്യതയുള്ള വസ്തുക്കൾ കൊണ്ടൊക്കെ ആണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വലതുവശത്തേക്ക് കൂടെ പടർന്നാൽ ഒരുപക്ഷെ ഗോഡൌണിന്റെ പൂർണ്ണമായും, അല്ലെങ്കിൽ ഈ PRC എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പ് ഗോഡൌണ് പൂർണ്ണമായും നശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കത്തി നശിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചെറിയൊരു ഭാഗം